ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കാശ്മീരിന് ഞങ്ങൾ വിട്ട നാട്ടിലോട്ട് പോവാണ്. 3:10 ഫ്ലൈറ്റ്. പുറത്തിറങ്ങുമ്പോൾ പിന്നെ വ്ളോഗ് ചെയ്യണ പോലെ അല്ലല്ലോ, അത്യാവശ്യം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് വാഷ് അടിച്ച പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലഗേജൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. നമ്മൾ ആളെ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മുടെ ലഗേജാണ് ഇതൊക്കെ. അപ്പോൾ 12 o'clock ഇറങ്ങണമെന്ന് പറഞ്ഞതാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആൾ കൂടെ ഇല്ല, ആൾ ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുള്ളൂ. അപ്പം നമ്മളെ ജൂനിയർ നമ്മൾ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്ക് ഷൂവും സോക്സും ഇട്ടാൽ മനസ്സിലാവും ദാറ്റ് വി ആർ ഗോയിങ് സംവെയർ എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. സോ ഹിയർ ഐ എം സ്റ്റാർട്ടിങ് മൈ ജേർണി. ഇടയിൽ പോകുമ്പം ഓരോന്ന് പറയാം. ഓല ബുക്ക് ചെയ്യാണ്, ഇക്കാണ് ബുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 10 to 12 kilometers ഇവിടുന്ന് ഉള്ളൂ നമുക്ക് എയർപോർട്ടിലോട്ട്. വൺസ് അവിടെ റീച്ച് ആയി കഴിഞ്ഞാൽ ചെക്ക് ഇൻ ചെക്കൗട്ട്, അതിൻ്റെ ഇടയിൽ ഇവനിഞ്ഞ് മോശം പോവുക അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവുമ്പം ഡിലേ ആവുമെന്ന് വിചാരിച്ചു. 3:15 ഫ്ലൈറ്റ് നമുക്ക് ടു ഡൽഹി. പിന്നെ ഇക്ക എൻ്റെ കൂടെ ഇല്ല, ഫ്രം ഡൽഹിയാണ് ഇക്ക ജോയിൻ ചെയ്യുള്ളൂ. ബിക്കോസ് ഓഫ് സം എന്തോ BSNLൻ്റെ എന്തൊക്കെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ ഇന്നലെ പോയതാണ്. അപ്പോൾ ആളിപ്പോൾ അവിടെ ഉണ്ട്. സോ ഞങ്ങൾ ഡൽഹിയിലെത്തിയാൽ ജോയിൻ ചെയ്യും. അപ്പോൾ പോണ വഴിക്ക് ബാക്കിയുള്ള വിശേഷം. അപ്പോൾ എന്താണ്, ഓല ബുക്ക് ചെയ്തത് എന്തോ ലൊക്കേഷൻ കാണിക്കുന്നില്ല പറഞ്ഞിട്ട് ഇവിടെ ഓഫീസിൻ്റെ വണ്ടി വരും, BSNLൻ്റെ വണ്ടി വരും. അപ്പോൾ അതിൽ പോകാനാണ് നിൽക്കുന്നത്. 10 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡ്രൈവർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ BSNLൻ്റെ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ BSNL ക്വാർട്ടേഴ്സ്. ആക്ച്വലി ഇവിടെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് സെക്യൂരിറ്റി ആയിരിക്കും കേട്ടോ. ഇത് കാശ്മീരി, അതായത് BSNLകാർ നിർത്തുന്ന സെക്യൂരിറ്റി ആയിരിക്കില്ല. എന്താണ്, നമുക്ക് എന്താ പറയുക, മിലിറ്ററി സൈഡിൽ നിന്ന് വരുന്ന സെക്യൂരിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓല ആദ്യം നോക്കി. അപ്പോൾ ആ ടൈമിൽ ലൊക്കേഷൻ പ്രോബ്ലം എന്തൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇക്കാൻ്റെ എന്താണ് ഓഫീസിൻ്റെ വണ്ടി റെഡിയാക്കി അങ്ങനെയാണ് പോയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ റീച്ചായി. ഭയങ്കര ചെക്കിങ്ങാണ്. നമുക്കിപ്പോൾ എയർപോർട്ടിൽ വൺസ് എൻ്റർ ആയി കഴിഞ്ഞാൽ അവിടെ നിന്നാണല്ലോ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാകുക. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ചെക്കിങ് ഉണ്ട്. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് അവർ ചീത്ത പറയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റർ ആയാൽ പിന്നെ സാധാ പോലെ പ്രൊസീജിയർ. ഇപ്പോൾ ആ ഫസ്റ്റിൽ ചെക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എൻ്റർ ആയിട്ടില്ല കേട്ടോ. അവിടുന്ന് അവർ ഇതുപോലെ നമ്മുടെ ലഗേജ് നോക്കും, നമ്മളെ ഫുള്ള് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. പിന്നെ ഈ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയും പിന്നെ കൂടെ ഈ ഡ്രൈവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതന്നെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രാ 1 person ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ പുറത്തിറങ്ങി നിൽക്കണം. അതായത് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടൊന്നും കടക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ എൻ്റർ പോലും പറ്റില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മറ്റേ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകുന്നത് കാണില്ല, അതൊന്നും പറ്റില്ല. അങ്ങനെ ഞാനൊരു ട്രോളി സംഘടിപ്പിച്ച്, അവർ പോയി ട്രോളി സംഘടിപ്പിച്ച് മുന്നൂനങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഫോർമാലിറ്റിയാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഈ ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ലഡാക്കായാലും കാശ്മീരായാലും ജമ്മു ആയാലും ഇവിടെയൊക്കെ എയർപോർട്ട് വളരെ വളരെ ചെറുതായിരിക്കും കേട്ടോ. സോ ഹിയർ ആഫ്റ്റർ ചെക്കിങ് എവറിത്തിങ് ഞാനിതാ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അമളി പറ്റി. എൻ്റെ ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ 3 ആയിരുന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എന്താ പറയുക, സോ ലോങ്. എന്താണ് ഇത്, അതായത് 3:15 3:15 ഫ്ലൈറ്റാണ്. പക്ഷേ അവിടെ 3:03 അവിടെ ഇൻഡിഗോൻ്റെ സ്റ്റാഫ് എത്തിയിട്ടില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ വെറുതെ ഒന്ന് അവിടുന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി നോക്കി. അപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മോനുണ്ട് അടുത്ത്. അപ്പോൾ അതാണ് ആ ഒരു കരച്ചിലും ഇതൊക്കെ. അങ്ങനെ ഗേറ്റ് നമ്പർ 5 അവിടെ എത്തിയപ്പം അവർ ഫൈനൽ കോളിങ്ങിലാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഗേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓടിപ്പടഞ്ഞ് പോയി. ഈ സമയത്തൊക്കെ ഞാൻ അറിയില്ല, ഞാൻ ഗേറ്റ് 3 തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് വെറുതെ ഇത് ഇത്ര സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ അപ്പോഴേക്കും മുന്നേ പാലൊക്കെ കുടിച്ച് ഉറങ്ങിയിരിക്കണം. ആ ഒരു ഓട്ടോപാച്ചിലിൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഫ്ലൈറ്റിലെത്തി. ഇതൊരു ഹാർഡ്ലി ഒരു 40 മിനിറ്റേ ഉള്ളൂ കേട്ടോ, ശ്രീനഗർ ടു ഡൽഹി. ഇതെന്തോ ഭാഗ്യത്തിന് അവൻ ഉറങ്ങി. അവൻ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതിൻ്റെ 5-10 മിനിറ്റ് മുന്നേ ഉണർന്നിട്ടുള്ളൂ. സോ എനിക്ക് സുഖമായി. ഞാൻ നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം അവിടുന്ന് ബാഗേജ് കൊടുക്കാനൊക്കെ ഉള്ള സമയത്ത് ബെൽറ്റിനൊക്കെ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നിന്നിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളെ വെച്ചിട്ടുള്ള ട്രാവലിംഗ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ചെയ്തവർക്ക് അറിയായിരിക്കും. പിന്നുള്ളൊരു സമാധാനം, ആൾ ഡൽഹിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ആൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിട്ട് ആൾ പോയതാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൺസ് അവിടെ റീച്ചായി കഴിഞ്ഞത് ആൾ ഉണർന്നതാണ്.
പിന്നെ ഞാൻ അവിടെ ഫ്രണ്ടിൽ ഇതിൽ ഇരുത്തി. ആൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, ഈ ഫ്ലൈറ്റിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡൽഹി ടു കാലിക്കറ്റ് ഫ്ലൈറ്റിൽ നല്ല അലമ്പാക്കി. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ ചിരി, നല്ല കളിയും കാര്യം. പിന്നെ എനിക്ക് ശ്രീനഗർ ടു ഡൽഹി എൻ്റെ വിൻഡോ സീറ്റിലും പിന്നെ സൈഡ് സീറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ഫ്രീ ആയിട്ട് അവനക്ക് ഇരുന്ന് കളിക്കാനും എല്ലാത്തിനും നല്ല സുഖം ഉണ്ടായിരുന്നു. സോ ലാൻഡ് ചെയ്തു. ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ ട്രാൻസ്ഫർ ഡെസ്കിൽ പോയിട്ട് നമ്മൾ ഇത് ചെയ്യണം, നമ്മളുടെ വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. ഡൽഹിയിൽ കുറച്ചൊരു എനിക്ക് തോന്നുന്നു എയർപോർട്ട് ബേസിസ് കുറച്ച് ഇതാണ് കേട്ടോ. അവിടുന്ന് ഇതുപോലെ ട്രോളി എടുത്തിട്ട്, കാരണം എൻ്റെ ഒരു സൈഡിൽ ഈ ഫോൺ ഇതുള്ള ഒരു ബാഗ്, പിന്നെ എൻ്റെ മമ്മി ബാഗ് ഒന്ന്, അത് പോരാത്തതിനൊരു ഹാൻഡ് ബാഗ് 7 kg ഒരു ട്രോളി ഒന്ന്, ഇതും പിന്നെ മോനും. അപ്പോൾ അതെല്ലാം കൂടെ കഴിയില്ല വെച്ചിട്ട് അങ്ങനെ പിന്നെ ട്രാൻസ്ഫർ ഡെസ്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിന്നു. അപ്പോൾ ഇവിടെ എത്തി. ആളെ മീറ്റ് ചെയ്തു. ആളവനെടുത്തിട്ട് പിന്നെ ആൾക്കൊരു ദിവസം കാണാതായപ്പോഴത്തേനെ ആളവനെടുത്ത് കുറേ നേരം കളിച്ചു. എനിക്കൊന്ന് ഫ്രീ ആയി. പിന്നെ അപ്പോഴേക്കൊക്കെ നോമ്പെടുക്കാനുള്ള ഓൾമോസ്റ്റ് 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി, കുറച്ച് സ്നാക്സ്, വളരെ കുറച്ച് സ്നാക്സ് മാത്രം എടുത്തിരുന്നു. കാരണം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 7:20 നമുക്ക് എടുക്കും ഫ്ലൈറ്റ് ഡൽഹി ടു കാലിക്കറ്റ്. അപ്പോൾ ഞാൻ ഒക്കെ ഒരുപാട് എടുക്കേണ്ട ബിരിയാണിയും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഫ്രീ ടൈമിൽ ഞാൻ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കി റിപ്ലൈ കൊടുത്തു. ഇന്നലെ കുറച്ച് ഡിലേ ഒക്കെ ആയിരുന്നിരിക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആളിവിടെ ഈ സ്ഥലത്ത് ഇരുത്തിയപ്പോൾ മുന്നൂന് പോരണ്ട. ഓക്കെ. അപ്പോൾ ഒരുപാട് ഈ പേഴ്സണൽ വ്ളോഗ് ഒന്നും എടുത്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇതിലൊക്കെ കുറച്ചൊരിതുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എടുത്തിരുന്നു ഫുഡ് ഐറ്റംസ്. പിന്നെ എക്സ്ട്രാ ഒരു മസാല ദോശ വാങ്ങി. ഇത് ഉരുളൻകിഴങ്ങിൻ്റെ ബജ്ജി കേട്ടോ. അത് അവനെ ഞാൻ ഒന്ന് കൈ കൊടുത്തപ്പോൾ അതൊക്കെ കഴിക്കും. അത് കട്ട്ലറ്റ്, സമൂസക്കാൾ കുറേശ്ശെ അങ്ങനെ കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ മസാല ദോശ കഴിച്ചതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം വേഗം കഴിച്ചിട്ട് വേഗം ഫ്ലൈറ്റ് കയറണമല്ലോ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചുകൊണ്ട് ഫുള്ളാക്കിയിട്ടില്ല. ഫ്രൂട്ട്സും സ്നാക്സും ഞങ്ങൾ അങ്ങനെ വെച്ചു ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കും. കാരണം ബിരിയാണി ഇതൊക്കെ നല്ല സ്മെല്ല് വരുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ അത് വേഗം ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ മുന്നേ കഴിച്ചു. പിന്നെ അവിടെ അതിൻ്റെ ഇടയിൽ മെസ്സേജും വരുന്നു. കയറുമ്പം അവിടെ എന്താ പറയുക, അവർ ഫൈനൽ കോളിങ്ങിലായിരുന്നു. കയറി എൻ്ററായി, കുഴപ്പമൊന്നുമില്ല. മുന്നതിൽ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവന് ചെവി വേദനിച്ച് കാണും, ഭയങ്കര കരച്ചിൽ, ശ്വാസം കിട്ടാത്ത രീതിയിലുള്ള കരച്ചിലായിരുന്നു. സോ വി റീച്ച്ഡ് കാലിക്കറ്റ്. പിന്നെ